ദീർഘദൂര യാത്രകളിൽ സ്ത്രീകൾക്കും മറ്റ് യാത്രക്കാർക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആശ്വാസമാകേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ടേക്ക് എ ബ്രേക്ക്. അതിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അടൂർ നഗരസഭ പരിധിയിലെ പറക്കോടിൽ വഴിയിട ബോർഡിന് താഴെ മുറിയിൽ പ്രവർത്തിക്കുന്നത് സ്റ്റിക്കർ വർക്കുകൾ ചെയ്യുന്ന സ്ഥാപനം. വിവരങ്ങളുമായി CG ഉമേഷ് ചേരുന്നു. ഉമേഷ്, സംസ്ഥാനത്ത് ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതി അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതി ആണ്. പക്ഷേ ആ പദ്ധതി യാഥാർത്ഥ്യത്തിൽ എത്തി എന്ന് പറയാം. പക്ഷേ എങ്കിലും എന്ത് ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ആ പദ്ധതി ആരംഭിച്ചത് അത് നിർവഹിക്കാൻ പദ്ധതി കൊണ്ട് സാധിക്കുന്നില്ല. തട്ടിക്കൂട്ട് പദ്ധതിയായി അത് മാറിയിരിക്കുന്നു. എന്താണ് അടൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഉമേഷ്? തീർച്ചയായും അൽദീപേർ, ഞാനിപ്പോൾ നിൽക്കുന്നത് MC റോഡിൽ ഏനാത്താണ്. MC റോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെയധികം തിരക്കുള്ള ഒരു പാതയാണ്. ഈ പാത ഇത്തരത്തിലുള്ള തിരക്കുള്ള പാതകളിൽ എത്തുന്ന ദീർഘദൂര യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നതിലാണ് നിയമസഭയിൽ വലിയ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് അല്ലെങ്കിൽ വഴിയിടം എന്നത്. നിരവധി ഇടങ്ങളിൽ ഇത്തരം പ്രധാന പാതകളിലൊക്കെ ഇത്തരം കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നു. ഏതാണ്ട് 30 ലക്ഷം രൂപ വരെയൊക്കെയാണ് പല കെട്ടിടങ്ങളുടെയും നിർമ്മാണം. ഞാനിപ്പോൾ ഉള്ളത് ഏഴംകുളം ഗ്രാമപഞ്ചായത്തിന്റെ, അതായത് ഏനാത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടേക്ക് എ ബ്രേക്ക്. ഇവിടെ ഇത് പൂട്ടിയിട്ടിട്ട് ഏതാണ്ട് മാസങ്ങളാകുന്നുണ്ട്. ഇതിനുള്ളിലാണ് ശുചിമുറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇത് ഇതുവരെ തുറന്നു കൊടുത്തില്ല. ഇടയ്ക്ക് ചില കരാറുകാർക്ക് തുറന്നു കൊടുത്തിരുന്നാൽ പിന്നീട് ഇതിന്റെ പ്രവർത്തനം കരാറുകാർ ഉപേക്ഷിച്ചു പോയതോടുകൂടി അത് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഏറെക്കുറെ അതിന്റെ ഉള്ളിലെ എല്ലാ സംവിധാനങ്ങളും നാമാവശേഷമായിട്ടുണ്ട്. അങ്ങനെ നിരവധി ഇടങ്ങളിലാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെയും തുറന്നു കൊടുത്തവ കൃത്യമായി പരിപാലിക്കാതെയും ഇങ്ങനെ കിടന്നു പോകുന്നത്. സാധാരണക്കാർക്ക്, യാത്രക്കാർക്ക് സഹായകമാകേണ്ട ഇത്തരം കേന്ദ്രങ്ങൾ അതാണ് 30 ലക്ഷം രൂപ വരെയാണ് പലയിടത്തും ഇതിന് നിർമ്മാണ ചെലവ്. പലയിടങ്ങളിലും ജലസേചനത്തിനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ശുചിമുറിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അവിടെ വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താതെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും ഒപ്പം ആളുകൾക്ക് വളരെ വേഗം എത്താൻ കഴിയുന്ന അക്സസിബിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെയായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം. അതുകൊണ്ടും ആളുകൾ കയറുന്നില്ല. അങ്ങനെ കരാറുകാർ കളഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മോടൊപ്പം ചില പ്രദേശവാസികൾ കൂടി തീർച്ചയായിട്ടും ഇത് MC റോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏനാത്ത്. ഇവിടെ ശബരിമല തീർത്ഥാടകർ വരുന്നുണ്ട്. അങ്ങനെ ദീർഘദൂര യാത്രകൾ ഒരുപാട് വരുന്നുണ്ട്. അത്തരം ആളുകൾക്ക് സഹായമാകാൻ ഇത്തരം കേന്ദ്രങ്ങൾ മാസങ്ങളായിട്ട് ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഇത് ഏഴംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഏനാത്താണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഇവിടെ ബസ് വേ ആയിരുന്നു. ബസ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് നിർത്തുന്ന ബസ് വേ അല്ല, ബസ് നിർത്താത്തതും ബസ് നിർത്താൻ അനുമതി ഇല്ലാത്ത ബസ് വേ പേരുള്ളത്. പക്ഷെ അതിനുശേഷം ഇവിടെ ഈ കുടുംബശ്രീയുടെ നേതൃത്വത്തിലെ ജനകീയ ഹോട്ടൽ തുടങ്ങി. അത് കുറച്ച് നാൾ പ്രവർത്തിച്ചു. അന്ന് 2 ശുചിമുറി ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇവര് ഈ ടീ കോഫി ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ മുടക്കി ഏഴംകുളം പഞ്ചായത്ത് ഈ ഒരു കെട്ടിടം നവീകരിച്ചു. പക്ഷെ അത് നവീകരിച്ചിട്ട് ഈ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നൊരു 3 വർഷത്തോളം കഴിഞ്ഞു. അന്ന് മുതൽ ഇത് പൂട്ടിക്കിടക്കുക. ഇപ്പം ഒന്നും ആരുമില്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്. അത് മാത്രമല്ല, ഏഴംകുളം പഞ്ചായത്തിന്റെ ഉള്ളിൽ നമ്മുടെ ഏനാത്തിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ പബ്ലിക് മാർക്കറ്റ് ഉണ്ട്, മത്സ്യ മാർക്കറ്റ്. അത് ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ചൊരു മാർക്കറ്റാണ്. പക്ഷെ അവിടെ ഇപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സ്യത്തൊഴിലാളി പോലും ഒരു മത്സ്യം അവിടെ കൊണ്ട് വിൽക്കാൻ പറ്റത്തില്ല. കാരണം അത് മൊത്തം കാടി കയറി കിടക്കും. അവർ പറയുന്നത് അടിസ്ഥാന സൗകര്യം, വെള്ളമില്ല, അവിടെ വൈദ്യുതി ഇല്ല, അവിടെ ഒരു ബയോഗ്യാസിന്റെ പ്ലാന്റ് പ്രവർത്തിച്ചിരുന്നു. അത് ചുരുങ്ങിയ ദിവസം മാത്രമേ അത് പ്രവർത്തിച്ചുള്ളൂ. അതിനുശേഷം അത് നവീകരിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഇവിടെ ഈ മത്സ്യ പ്ലാന്റ് നിർമ്മിച്ചതിന് ശേഷം ഇപ്പൊ പഞ്ചായത്തുകാർ ചെറിയ കടകൾക്ക്, ഏനാ ജംഗ്ഷനിൽ നോക്കിയാൽ അറിയാം, ചെറിയ കടകൾക്ക് ലൈസൻസ് കൊടുത്തിട്ട് ഈ മത്സ്യങ്ങളെല്ലാം ആ റോഡ് സൈഡിലാണ് ഇപ്പൊ വിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ LDF ഭരണസമിതിയാണ്. ഇപ്പൊ തന്നെ നമ്മൾ പറയാം, ഈ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞാൽ ഈ ഇളങ്ങമംഗലം, കടിക ക്ഷീര കർഷകർ ഒരുപാടുള്ള ഏരിയയാണ്, ക്ഷീര കർഷകർ. പക്ഷെ ഇവിടെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗാശുപത്രി ഇല്ല, മൃഗാശുപത്രി ഇല്ല. അവരെന്തിനും ആവശ്യമുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ജില്ലയിലാണ് അവരെ അവിടെ ആശ്രയിക്കുന്നത്. അത് മാത്രമല്ല, ഒരു ഹെൽത്ത് സെന്റർ ഇപ്പൊ ഏനാത്ത് നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരമുണ്ട് കൈതപ്പറമ്പ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് സെന്റർ. ആ ഒരു ഹെൽത്ത് സെന്റർ ഏനാത്ത് ഒരു സബ് സെന്റർ വേണമെന്നും പറഞ്ഞു വർഷങ്ങളായിട്ട് ഏനാത്ത് നിവാസികൾ ഇവിടെ ഗ്രാമപഞ്ചായത്തിൽ പറയുന്ന അവർ യാതൊരു, അത് വേറെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LDF ഭരണസമിതിയിലെ ഏനാത്ത് പ്രദേശമുള്ള ആൾക്കാരാണ് അവിടെ ഭരിക്കുന്നത്. എന്നിട്ട് പോലും ഏനാത്തിനോട് കാണിക്കുന്ന ഈ അവഗണന അത് മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം ഏഴംകുളം പഞ്ചായത്തിന്റെ വരുമാനത്തിന് 3/4% ഏനാത്ത് നിന്നുള്ള, എന്നിട്ട് ഏനാത്തുള്ള അവഗണന ഈ അധികൃതർ മാറ്റണം എന്നുള്ളതാണ്. സ്ഥലമാകുമ്പോൾ ഇവിടെ മറ്റ് പൊതു ശൗചാലയങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കൺഫെഡറേഷൻ എന്ന് പറയുന്ന ഏനാത്തുണ്ട്, വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ അത് അടച്ചു കൂട്ടിട്ടിരിക്കുവോ, ആർക്കും അറിയത്തില്ലെങ്കിൽ ഉണ്ടെന്ന് തന്നെ. സംഭവം ഉണ്ട്, പക്ഷെ അത്
വെള്ളമില്ല, അവിടെ അടിസ്ഥാന സൗകര്യമില്ല, അത് വൈദ്യുതി ഇല്ല, ആ രീതി അടച്ചുപൂട്ടിരിക്കും. വേറെ എങ്ങുമില്ല. 2 കൺഫർട്ട് സ്റ്റേഷൻ അതിനകത്തുണ്ട്, പക്ഷെ ഒരു സൗകര്യം, അടിസ്ഥാന സൗകര്യമില്ല, അടച്ചുപൂട്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ആൽനമ്പ്യാർ. പലയിടങ്ങളിലും ഇത്തരം നിർമ്മാണ പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലും അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളത്തിന്റെ ലഭ്യതയാണ്. വെള്ളത്തിന്റെ ലഭ്യത പോലും ഉറപ്പുവരുത്താതെയാണ് പലയിടങ്ങളിലും ഇത്തരം ശുചിമുറി സമുച്ചയങ്ങൾ പണിതിട്ടിരിക്കുന്നത്. പലയിടങ്ങളിലും ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ചില മേഖല. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏനാത്ത് ജംഗ്ഷനോട് ചേർന്നതിന്റെ പ്രദേശമാണ്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ആളുകൾക്ക് ഈ ശുചിമുറി ഉപയോഗിക്കാനും ഒക്കെ വലിയ സംവിധാനങ്ങളുണ്ട്, സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്. എന്നാൽ ഇവിടെ ഇത് തുറന്നു കൊടുക്കുകയോ മതിയായ രീതിയിൽ പരിപാലിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് കോന്നി മെഡിക്കൽ കോളേജിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ചില ഭാഗങ്ങളിൽ, ഒറ്റപ്പെട്ട മേഖലകളിലാണ് അവിടേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത തരത്തിലാണ് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുന്നത്. അങ്ങനെ ആളുകൾക്ക് ഒരു തരത്തിലും ഉപകരിക്കരുത് എന്ന തരത്തിലേക്കാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് തോന്നിപ്പോകുന്നു പലയിടങ്ങളിലും കാണുമ്പോൾ. എന്തായാലും ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഒരു ബ്രേക്കായി കിടക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ ജനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പത്തനംതിട്ട ജില്ലയിലെ ബഹുഭൂരിപക്ഷം ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ നമുക്ക് കാണാൻ സാധിച്ചതാണ്. നമ്പ്യാർ, യെസ്, വഴിയിടം പദ്ധതി, സംസ്ഥാന സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച വഴിയിടം പദ്ധതി, ടേക്ക് എ ബ്രേക്ക് പദ്ധതി, അത് വഴിമുട്ടി നിൽക്കുകയാണ്. നേരത്തെ ആ നാട്ടുകാരൻ പറഞ്ഞതുപോലെ പഞ്ചായത്ത് പദ്ധതികളെല്ലാം അവതാളത്തിലാണ്. ദീർഘദൂര യാത്രകളിൽ സ്ത്രീകൾക്കും മറ്റ് യാത്രക്കാർക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആശ്വാസമാകേണ്ട പദ്ധതിയാണ് ഇങ്ങനെ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. വെള്ളമില്ല, വൈദ്യുതിയില്ല, അതുകൊണ്ട് ഈ കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അടൂരിൽ നിന്ന് CG ഉമേഷാണ് റിപ്പോർട്ട് ചെയ്തത്.